ദൈവനാമത്തിന് മഹത്വം. നോമ്പിന്റെ 37-ാം ദിവസമായി ഇന്ന് സഫയായി ചിന്തിക്കുന്ന വിഷയം ക്രിസ്തു ശരീരമാകുന്ന സഫ എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതത്തിന് ശേഷം യേശു യെരുശലേം ദേവാലയത്തിലേക്ക് പെസഹ പെരുന്നാളിനായി പോയി. അവിടെ എത്തിയ യേശു യെരുശലേം ദേവാലയത്തിന്റെ അവസ്ഥ കണ്ട് കോപിതനാകുന്നു. യെരുശലേം ദേവാലയത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിപ്പിക്കാൻ കൊണ്ടുപോയ മോറിയ മല ദാവീദ് രാജാവ് 600 ശേക്കൽ സ്വർണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അവിടെ യഹോവയ്ക്ക് മനോഹരമായൊരു ദേവാലയം പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ എനിക്ക് ദേവാലയം പണിയണ്ട, കാരണം നിന്റെ കൈകൾ രക്തം പുരണ്ടതാണ്. നിന്റെ മകൻ ശലോമോൻ ദേവാലയം പണിയും. അങ്ങനെ ശലോമോൻ 46 വർഷം കൊണ്ട് പണിത ദേവാലയമാണ് യെരുശലേം ദേവാലയം. കുറെ കാലം യഹൂദന്മാരുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ ദേവാലയം. 300 വർഷങ്ങൾക്ക് ശേഷം ബാബിലോണിയക്കാർ ഈ ദേവാലയം പിടിച്ചെടുത്തു, നശിപ്പിച്ചു. എന്നാൽ 70 വർഷം കഴിഞ്ഞ് ഇത് തിരികെ പിടിക്കുകയും പുനരുദ്ധീകരിക്കുകയും ചെയ്തു. യെരുശലേം ദേവാലയത്തിന് വിവിധ മണ്ഡപങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലം. ഇവിടെ മഹാപുരോഹിതന്മാർ മാത്രം വർഷത്തിൽ ഒരു ദിവസം ദിവ്യബലി കർപ്പിക്കും. വിശുദ്ധ സ്ഥലം. പുരോഹിതർ എല്ലാ ദിവസവും ദിവ്യബലി കർമ്മം നടത്തും. ജനങ്ങൾ ആരാധനയ്ക്ക് നിൽക്കുന്ന സ്ഥലം. ജാതിയരുടെയും പ്രാർത്ഥനാലയം, കച്ചവട സ്ഥലങ്ങൾ. ദേവാലയം പ്രാർത്ഥനാലയമാണ്. എന്നാൽ യെരുശലേം ദേവാലയത്തിൽ യേശു കാണുന്നത് വാണിജ്യ സ്ഥലമാണ്. പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് യേശു ഇത്രയും കാണുന്നത് മറ്റൊരു സ്ഥലവുമില്ല. ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ യേശു ചാട്ടവാർ എടുക്കുന്നു. യേശു ഇങ്ങനെ ചെയ്യുന്നത് എന്ത് അടയാളത്തിൽ എന്ന് യഹൂദന്മാർ അവനോട് ചോദിക്കുന്നു. അതിന് യേശുവിന്റെ മറുപടി, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നാണ്. യേശു തന്റെ ശരീരത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ദേവാലയം ദൈവം വസിക്കുന്ന ഇടമാണ്. അതിനാൽ അതിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ശരീരമാകുന്ന മന്ദിരം മറ്റൊരു തരം ദേവാലയമാണ്. യെരുശലേം ദേവാലയത്തിന് തുല്യമായിട്ടാണോ നമ്മുടെ ശരീരങ്ങൾ? കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും ഇടമായി നമ്മുടെ ശരീരം മാറിയിരിക്കുകയാണ്. പരിശുദ്ധമായ നമ്മുടെ ശരീരത്തെ ലൗകികമായ പലതുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ആത്മീയതയിൽ ഊന്നാതെ ഭൗതികത്തെ താലോലിക്കാനാണ് ഇന്ന് നാം തയ്യാറാകുന്നത്. അഹങ്കാരം, അനീതി, അപരനോടുള്ള വിദ്വേഷം, ലഹരിയോടുള്ള ആസക്തി, ഇവയാണ് നമ്മളിൽ ഇന്ന് വിളങ്ങി നിൽക്കുന്നത്. നാം ദൈവം വസിക്കുന്ന ഇടങ്ങളായി മാറി ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ ശോഭയുള്ളവരായി തീരുമ്പോഴാണ് നമ്മുടെ നോമ്പ് ആഴമാറുന്നതും അർത്ഥവത്തായി തീരുന്നതും. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.